അപ്പോൾ ഇന്ന് നമുക്ക് നാടൻ നല്ലൊരു പോത്തും കറി വെച്ചാലോ. നമുക്കിതൊരു 3-4 പ്രാവശ്യം ഒന്ന് നല്ല രീതിയിൽ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. പോത്ത് മാത്രമല്ല, നല്ല കപ്പയും വരുന്നുണ്ട്, എളുപ്പത്തിൽ നല്ല വരുന്നുണ്ട്. ആ സമയത്താകുമ്പോൾ നല്ല രീതിയിൽ സാധനമൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പണിയിലിട്ട് പോകാം. അടുത്ത പരിപാടി നമുക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഇതെല്ലാം ഇട്ട് നല്ല രീതിയിൽ തന്നെ കൂട്ടി തിരുമ്മി കുക്കറിലോട്ട് മാറ്റി നമുക്ക് നേരെ ഗ്യാസിലോട്ട് വെച്ച് ലോ ഫ്ലെയിമിൽ ഉപയോഗിക്കാം. കൂടെ തന്നെ കപ്പയുണ്ട്, കപ്പ അവിച്ചുകൊണ്ട് വെന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ചട്ടിയൊക്കെ ചൂടാക്കിയിട്ട് ഒരു വിസിൽ വന്ന് ഇതേ അടുത്ത് നല്ലത് ചൂടാകുന്ന സമയത്ത് നമ്മൾ 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിൽ തേങ്ങാക്കുത്തിട്ട് നല്ല രീതിയിൽ തന്നെ മൂപ്പിച്ചെടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ മൂത്ത് കിട്ടും. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല രീതിയിൽ മൂപ്പിച്ച് ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. കൊച്ചുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത് 3 ഇട്ട് നമ്മൾ ആദ്യം ഒന്ന് വഴറ്റിയെടുക്കും. നമ്മൾ പോത്തുംകൂട്ടം വന്നിട്ടുണ്ട്. ഇതിനകത്തിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് കുറച്ച് പച്ചമുളകും കീറിയിട്ട് ഒരു 2 തക്കാളിയും കീറിയിട്ട് നല്ല രീതിയിൽ തന്നെ അതൊന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്ക് മഞ്ഞൾപ്പൊടി, ഇനി അടുത്ത് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകം നല്ല രീതിയിൽ തന്നെ ഇളകിയിട്ട് പോത്തുംകുട്ടനെ അതിലോട്ട് ഇടണം. ഇട്ടിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചത് അതും കറിവേപ്പിലൂടെ കൂടി ഇട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കിയിട്ട് കുറച്ച് ഇറച്ചി മസാല ഇട്ട് ഒന്ന് ലോ ഫ്ലെയിം വെച്ച് തിളപ്പിക്കണം. കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഒടിച്ച് ഇല റെഡിയായിട്ടുണ്ട് കേട്ടോ. കപ്പ റെഡിയായിട്ടുണ്ട്, ഇളക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല തിളവും വന്നിട്ടുണ്ട്. ഇനി അല്പം കൂടി മസാല ഇട്ട് നമുക്കിനി അങ്ങോട്ട് ഇളക്കാം. Ammane cemmane combatte, ambili